ജനനായകൻ, ഡയറക്ടർ എച്ച് വിനോദ്, സ്റ്റാറിംഗ് തലപതി വിജയ്. ഇപ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് വിജയ്. വിജയനെ പറ്റി പറയുന്നതിനെക്കാട്ടും മുമ്പേ തന്നെ എച്ച് വിനോദ് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. കാരണം എച്ച് വിനോദ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. രണ്ട് പടങ്ങൾ മാത്രം. വൺ ഇസ് ചതുരംഗവേട്ട, രണ്ടാമത്തത് തീരൻ അധികാരമൊன்று. പുള്ളിയുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഓരോ സിനിമ വരുമ്പോൾ, വലിമയായി കഴിഞ്ഞാലും തുനിമയായി കഴിഞ്ഞാൽ വരുമ്പോൾ കാണാറുണ്ട്. പുള്ളിയുടെ ഉള്ളിലൊരു ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഫിയർ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള സംശയം പുള്ളിക്കും അതുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലേക്ക് പോവോ, ധീരന് ശേഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിയർ പുള്ളിക്കാരന് വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഫിയർ എത്രയും പെട്ടെന്ന് മാറ്റി ഈ പറയുന്ന പോലത്തെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള പറയുന്ന അറ്റ്ലി അതുപോലെ തന്നെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെ അല്ല അവരെക്കാട്ടും മേലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് എച്ച് വിനോദ് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. സോ അത് പുള്ളി എത്രയും പെട്ടെന്ന് ആ പുള്ളിയുടെ ആ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു മാഡ് സോണിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഐ വാണ്ട് മോർ ഓഫ് ദോസ് ഫിലിംസ് എന്നുള്ളതാണ്. വിജയുടെ കൂടെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി പൂജ ഹെഗ്ഡെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, മമിത ബൈജു ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ഇലക്ഷൻ സ്റ്റഫായിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. ഇലക്ഷന് മുമ്പേ റിലീസാകുന്ന സിനിമയാണ്. പല കാരണങ്ങൾ കൊണ്ട് റിലീസായില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു വിജയ് വന്നിട്ട് ഈ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് പലതരത്തിലുള്ള ഇവ ഞാനോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആരും തന്നെ വിജയ് ഇന്ന് എത്തി നിൽക്കുന്ന സ്റ്റേജിലേക്ക് വിജയ് എത്തും എന്ന് വിചാരിച്ച് കാണത്തില്ല. അത് വന്നിട്ട് ആക്ച്വലി തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ട്, തമിഴ്നാട്ടിലെ ജനങ്ങൾ വന്നിട്ടെന്ന് വെച്ചാൽ അവർ ഞങ്ങൾ വിചാരിച്ചാൽ ആരെയും എടുത്ത് തോട്ടിലേക്ക് അറിയാം എന്നുള്ള രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെയാണ് ആക്ച്വലി വിജയ് ആക്ച്വലി വന്നിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളും വിജയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളി അങ്ങനെ ഇരിക്കുമ്പോൾ ജനനായകൻ ബിഫോർ ഇലക്ഷൻ ആയിരുന്നെങ്കിലും ജനനായകൻ ഇപ്പോൾ കാണുന്നത് തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. ജനനായകൻ ഇലക്ഷന് മുമ്പേ ആണ് ഈ സിനിമ വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വന്നിട്ട് കാര്യങ്ങൾ ഇതൊക്കെ നടക്കുമോ, അതായത് ഈ സിനിമയിലുള്ള കാര്യങ്ങൾ പോലും ഇതൊക്കെ നടക്കുമോ, ഇത് വിജയുടെ വന്നിട്ട് പരിപാടി എന്നുള്ള രീതിയിൽ നമുക്ക് പറയണം. പക്ഷേ ഇതൊക്കെ നടന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ സിനിമ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ജനനായകൻ ലാസ്റ്റ് സിനിമയാണ്, വൺ ലാസ്റ്റ് ഡാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കൂടി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു വെച്ചാൽ പുള്ളി ഒരു സിനിമയോട് ചെയ്യും, അല്ലെങ്കിൽ പുള്ളി ഇനിയും സിനിമ. കാരണം എൻ്റെ ഒരു അതായത് ഈ വോട്ടിൻ്റെ അന്നത്തെ ആ ദിവസം, അതായത് ഇലക്ഷൻ പോൾ ഡേ അന്ന് വരെയും അതിൻ്റെ തലേന്ന് വരെയും അങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഈവൻ ദോ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, തമിഴ്നാട് രാഷ്ട്രീയം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇലക്ഷൻ ആ പോൾ ഡേയുടെ അന്ന് ഈ പറയുന്ന വെള്ളയും കാക്കിയും ഇട്ട ആൾക്കാർ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും എനിക്ക് എന്തോ ഇവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് പല ഏരിയയിലും ഉള്ള പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ വന്ന സമയത്ത് അപ്പോൾ ഈ സിനിമ കാണുന്നതും ഇപ്പോൾ ഈ സിനിമ കാണുന്ന തമ്മിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോൾ പുള്ളി ഒരു പടം കൂടി ചെയ്യും എന്നുള്ള ഇത് എന്തായാലും പുള്ളി വന്നിട്ട് പുള്ളിയെ ചെയ്യിക്കുള്ളൂ, മാക്സിമം പോയി കഴിഞ്ഞാൽ എന്തായാലും പുള്ളി ഒരു സിനിമ കൂടി ചെയ്യും എന്നൊക്കെയുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഇത് വിജയുടെ ലാസ്റ്റ് സിനിമയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആംഗിളിൽ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ വേട്ടക്കാരൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകളും മിനിമം 2 തവണയെങ്കിലും കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോയി എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവിലാകുന്ന സമയത്തേക്കെന്ന് വെച്ചാൽ വിജയിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണേണ്ടുന്ന, വിജയിനെ ഇഷ്ടമുള്ളവരെ മാത്രം കാണേണ്ട സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ജനനായകൻ ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയെ പറ്റി പറയുന്ന സമയത്തേക്ക് വെച്ചാൽ ഭഗവത് കേസരി എന്ന് പറയുന്ന സിനിമയാണ്. ഭഗവത് കേസരി ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഇത്രയും ഇതിൻ്റെ HD പ്രിന്റും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് ആ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് വിജയ് ഇത് ലീക്ക് ചെയ്ത് വിജയുടെ സൈഡിൽ ലീക്ക് ചെയ്യുന്നതാണ്, വിജയുടെ ഓപ്പോസിറ്റ് കക്ഷിയുള്ള ആൾക്കാർ ലീക്ക് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആക്ച്വലി എച്ച് വിനോദ് തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത്രയും പേരൊക്കെ കണ്ടിട്ടും ഓവർസീസിൽ ഞാൻ ഇന്ന് പോയിട്ടുള്ള തിയേറ്ററിൽ 7 ഷോ എനിക്കൊന്ന് 2 വലിയ സ്ക്രീനും അതുപോലെ തന്നെ വന്നിട്ട് 4 ചെറിയ സ്ക്രീനും അതിനകത്ത് തന്നെ 2 വലിയ സ്ക്രീനാണ്. ലൈക്ക് നോർമൽ സ്റ്റാൻഡേർഡിൽ 2 വലിയ സ്ക്രീന് ഹൗസ്ഫുള്ളായിട്ട് ആ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ജനങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റാർട്ടാണ്. പുള്ളി പറയുന്ന പോലെ കരിയറിന് ഉച്ചം
അതാണപ്പോൾ അത് കാണിക്കുന്നത്. കരിയർ ഉച്ചത്തിൽ തന്നെയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും ആൾക്കാർ കണ്ടു കഴിഞ്ഞ സിനിമ. ഇപ്പം തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് 35 ക്രോഡ്സിനടുത്ത് കളക്ഷൻ ആയിട്ടുണ്ട്. കളക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ഞാൻ പറയുന്നത് വെച്ചാൽ സ്റ്റാർഡത്തിൻ്റെ കാര്യമാണ് തോന്നുന്നത്. കളക്ഷൻ ഒരിക്കലും ഒരു സിനിമയുടെ വിജയപരാജയമായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നില്ല. പ്രൊഡ്യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണത്. പക്ഷേ കളക്ഷൻ ആണല്ലോ എൻഡ് ഓഫ് ദ ഡേ അത് പ്രോഫിറ്റബിൾ ആവണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നെക്സ്റ്റ് 4 days തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ കളക്ട് ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, ഓവർസീസ് ആസ് വെൽ എന്നുള്ളത്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വലി ഭഗവത് കേസരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായിട്ടില്ല. കാരണം എന്താ പറയുക, ഒരു ടു ബി വെരി ഓണസ്റ്റ് ഒരു കാര്യത്തിൽ പറയാം, ഈ TVK എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് 1-2 സീനിലല്ലാതെ ബാക്കി എവിടെയും വന്നിട്ട് അങ്ങനെ മുളച്ച് നിൽക്കുന്നവർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അത് ഇൻട്രൊഡക്ഷൻ സീനും കാര്യം. കാരണം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വിജയുടെ ടാറ്റൂവിൽ TVK എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു നാട്ടിൽ ചിലപ്പോൾ തളപതി എന്നാണ് എഴുതിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി അൺസെൻസേർഡ്, ഞങ്ങൾ ലാസ്റ്റത്തെ പരിപാടിയൊന്നും നമുക്കിവിടെ ഇല്ല. അപ്പോൾ കുറേ കൂടി അൺസെൻസേർഡ് ആയിട്ടുള്ള വേർഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ ഒരു ഇടയിൽ വന്നിട്ട് ഞാൻ TVK പേസറ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊരു എന്തോതരെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവമാണെങ്കിൽ കൂടി നമ്മളത് ആലോചിക്കണമെന്ന് വെച്ചാൽ ഇലക്ഷന് മുമ്പ് വോട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൽ ചെയ്തിട്ടുള്ളതായിരിക്കാം. പക്ഷേ അതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ സിനിമേൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ആക്ച്വലി ഇത് പോയിട്ടുള്ളത്. ഭയങ്കരമായിട്ട് വന്നിട്ട് എതിരായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ വിമർശിച്ചിട്ട് അങ്ങനത്തെ ഇവർ സർക്കാരിൽ പോലും ഇതിലും കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ആ സമയത്തുള്ള പൊളിറ്റിക്സിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് എനിക്ക് പേഴ്സണലി വന്നിട്ട് ഒരു മാസ് മൊമെന്റ്സ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഇന്റർവെലിന്റെ ആ ഒരു പഞ്ച് കുഴപ്പമില്ല. എന്നാലും ഭഗവത് കേസരിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രോപ്പർ ഞാൻ മറ്റോ മൂലി മാത്രമേ അതിനെയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വന്നിട്ട് ഓക്കെ എന്നുള്ള രീതിയിലാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ ആക്ച്വലി കുറേ കൂടി കഥ അല്ലെങ്കിൽ കുറേ കൂടി വന്നിട്ട് ഒരു കോൺസെപ്റ്റ്, ഫോർ എക്സാമ്പിൾ ബോബി ഡിയോളിൻ്റെ ഒരു സീൻ ഉണ്ട്. അവിടെയൊക്കെ എച്ച് വിനോദ് മറ്റേ നമ്മുടെ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകില്ലേ, എച്ച് വിനോദിൻ്റെ പീക്ക് മിന്നി മറഞ്ഞു പോകുന്ന പോലത്തെ എനിക്ക് ഫീൽ ചെയ്തത്. അത് പുള്ളിക്ക് ഒരുപാട് വർക്ക് ചെയ്താൽ പുള്ളിയുടെ അടുത്ത് നിന്ന് ഗംഭീരമായിട്ടുള്ള സ്റ്റഫുകൾ വരും. അപ്പോൾ ഒരു പ്രോബ്ലം, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രോബ്ലം കൊണ്ടുവരുന്നു, അതിന് ശേഷമുള്ള അതിനുള്ള പരിപാടികളും കാര്യങ്ങളും. ഈവൻ ഈ പറയുന്ന പോലെ എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞ RC വാറൊക്കെ വന്നിട്ട് ഗംഭീരമായിട്ട് ആക്ച്വലി RC വാർ കോൺസെപ്റ്റൊക്കെ ഭയങ്കര ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ ഇരിക്കുന്ന ഈ സമയത്ത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് കമ്പാരിറ്റീവ്ലി എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റ് ഒന്നും അങ്ങനെയല്ല, ബെറ്റർ ആയിട്ട് തോന്നി. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ ആക്ച്വലി തിയേറ്ററിൽ പോയിട്ട് ഇതിനൊന്നുമല്ല. നമ്മളീ പറഞ്ഞ പോലെ ഈ വേട്ടക്കാരൻ മുതൽ ഇവിടം വരെ ഈ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടു. അതിന് മുമ്പ് വന്നിട്ട് ഗില്ലി മുതൽ ഖുഷി വരെയുള്ള എല്ലാ സിനിമകളും, നാളെ തീർപ്പൊക്കെ പിന്നെയാണ് നമ്മൾ കണ്ടത്. ആക്ച്വലി ഖുഷിയാണ് ഞാൻ പേഴ്സണലി ഖുഷിയാണ് ഫസ്റ്റ് കാണുന്നത്. അതിനുശേഷം ഗില്ലി ആണ് ഞാൻ കാണുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള സിനിമകൾ കണ്ടത്. അവിടെ മുതൽ ഇവിടം വരെ എന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ആ പുള്ളിയുടെ ലാസ്റ്റ് ഫിലിം കാണുക, ആ പുള്ളീനെ കാണുക എന്ന് പറയുന്ന ഒറ്റ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ആക്ച്വലി ഈ സിനിമേനെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ എനിക്ക് സെക്കൻഡ് ഹാഫ്, അപ്പോഴും ഞാൻ പറയുന്നത് ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. പറയുന്ന പോലെ ടൈറ്റിൽ കാർഡും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും കൂടി ഗോട്ടഡ് ടൈറ്റിൽ കാർഡ്, വിജയുടെ ഓരോ ടൈറ്റിൽ കാർഡ് വരുന്നതിന് അത് ഗോട്ടഡായി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടൈറ്റിൽ കാർഡുകളൊക്കെ ഉണ്ടെങ്കിലും കൂടി ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറേ കൂടി ബെറ്റർ ആയിട്ട് തോന്നി. വിജയിനെ കാണാൻ പറ്റി. വിജയുടെ ഒരു കംപ്ലീറ്റ് കരിഷ്മയും കാര്യങ്ങളൊന്നും ഈ പടത്തിനകത്തില്ല. കാരണം ഇലക്ഷൻ്റെ സമയത്തുള്ള ഡബ്ബിങ്ങും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഡബ്ബിങ്ങും പല സ്ഥലത്തും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു വിജയ് സിനിമ എന്നുള്ള രീതിയിൽ സെക്കൻഡ് ഹാഫിലും അതുപോലെ തന്നെ ആ ഒരു തിയേറ്ററിക്കൽ ഒരു സീന് പോലും ഞാൻ ആക്ച്വലി കാണാത്തത് കൊണ്ട് തന്നെ ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അത് വിജയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് വേറെ ആർക്കെങ്കിലും തരാൻ പറ്റട്ടെ വിജയുടെ സ്പേസിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള സിനിമാറ്റിക് മൊമെൻറ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുകൾ നമുക്ക് വേണം. നമ്മളെ എൻജോയ് ചെയ്യണം, നമ്മളെ സന്തോഷിപ്പിക്കണം. അത്തരത്തിലുള്ള സംഭവങ്ങൾ വേണം. എപ്പോഴും വന്നിട്ട് നമുക്കൊരു സാഡിസ്റ്റ് ആയിട്ടുള്ള സിനിമകൾ മാത്രം കാണാൻ പറ്റില്ല. നമുക്കൊരു വലിയ ഗൂസ് ബംസ് തരുന്ന മൊമെൻറ്റ്, നമ്മളൊരാളെ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിലധികം ആളെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നു. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ജനനായകൻ വിജയ് എന്ന് പറയുന്ന ആളുടെ വിജയ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട നടൻ്റെ എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ സിനിമയാണെന്ന് തോന്നുന്നു. സോ അതിലുള്ള ഒരു വിഷമവും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ആ ഒരു ആംബിയൻസ് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു ഇന്നിപ്പോൾ കണ്ട പോലെ. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്, കേരളത്തിൽ കാണാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 10 അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടിയും വിജയുടെ സിനിമയുടെ ഫസ്റ്റ് ഷോ അത് കേരളത്തിൽ തന്നെ കാണണം. അതങ്ങനെയാണ് അതിൻ്റെ ഒരു പീക്ക് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ
യെസ്, അത്രേ ഉള്ളൂ. ജനനായകന്റെ ടെക്നിക്കൽ പാർട്ട് ഒക്കെ ഞാൻ പോകുന്നില്ല. സത്യൻ സൂര്യനാണ് ആക്ച്വലി ആക്ഷൻ, പ്രദീപാണെന്ന് തോന്നുന്നു എഡിറ്റർ. കുറച്ച് റീ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ തന്നെ കൊണ്ടുവരാനും പറ്റില്ലല്ലോ. പിന്നെ അനിരുദ്ധാണ് മ്യൂസിക്. അനിരുദ്ധ് ഞാൻ പറഞ്ഞല്ലോ, പെട ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ രാവണ മമണ്ട എന്ന് പറയുന്ന പാട്ടും അതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ലിറ്ററലി വിജയ് ഫാൻസിനോട് പറയുകയാണെങ്കിൽ ഈ തലപതി കച്ചേരി എന്ന് പറയുന്ന സീനിൻ്റെ അകത്ത് ലാസ്റ്റത്തെ 1 മിനിറ്റിന് ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സിനിമക്ക് പോവാം. വിജയ് ഫാൻസിനോട് എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ വിജയുടെ സിനിമ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതിൽ പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഇഷ്ടമില്ലായ്മയൊന്നുമില്ല, എന്നാൽ വിജയുടെ സിനിമ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും വിജയ് എന്ന് പറയുന്ന ഒരാളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സിനിമയിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രമാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. സോ ഒരു താങ്ക്സ് നോട്ടോടുകൂടി നിർത്താൻ തോന്നുന്നുണ്ട്. ആക്ച്വലി ഇത്രയും കാലം എൻ്റർടൈൻ ചെയ്യിപ്പിച്ച, ഇത്രയും കാലം എന്താ പറയുക, നമ്മൾ ഓഡിയോ ലോഞ്ചും കാര്യങ്ങളും പല ഫസ്റ്റ് ലുക്ക് മുതൽ സോങ്, ട്രെയിലർ, ഓഡിയോ ലോഞ്ച്, റിലീസിൻ്റെ തലേ ദിവസം കട്ടൗട്ട്സ്, ബാനേഴ്സ്, പിന്നെ അജിത് ഫാൻസിൻ്റെയും അവരുടെയൊക്കെ ട്രോൾസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിപ്പോൾ വേറെ രീതിയിലാണെന്ന് മാത്രം, ബട്ട് സ്റ്റിൽ അതെല്ലാം എൻജോയ് ചെയ്ത സമയം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഒരു സിനിമ കണ്ട് നമ്മൾ ഇറങ്ങി. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ കുറച്ചും കൂടെ ഒരു 2 മിനിറ്റ്സിൻ്റെ എക്സ്ട്രാ സാധനമുണ്ട്, നമുക്കത് ഉണ്ടായിട്ടില്ല. തിയേറ്റർ ഇറങ്ങിയപ്പോൾ യെസ്, ഇറ്റ്സ് ഡൺ, കംപ്ലീറ്റഡ്. സോ താങ്ക് യു വിജയ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഹാപ്പിനെസ് അതിന് വേണ്ടിയിട്ട്, സിനിമകൾ തന്നതിന്, പാട്ടുകൾ തന്നതിന്, ഡാൻസ് തന്നതിന്, എൻഡ് ഓഫ് ദി ഡേ പീക്ക് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് കാണിച്ചു തന്നതിനും, ഐ മീൻ വണ്ടർ വാട്ട് ലൈക്ക് ഹൗ ഈസ് ഗോണ കം, ഐ ഡോണ്ട് നോ. അവൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരാൾ വന്നിട്ട് എന്ത് വിചാരിച്ച് എവിടത്തേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഇത്തരത്തിലുള്ളൊരു ടൈറ്റിൽ കാർഡോ ഇനി ഇത്തരത്തിലുള്ളൊരു മാനിഫെസ്റ്റേഷനോ ഇനി തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല, ആസ് ഇറ്റ് സ്റ്റാൻഡ്സ്. സോ അത്തരത്തിലുള്ള ഒരു എവിടുന്ന്, അതാ നാളെ തീർപ്പിലുള്ള എന്താ പറയുക, ഇവൻ്റെ മുഖമൊക്കെ ആര് കാണും എന്ന് വികടൻ എഴുതിയ വികടനെ കൊണ്ട് തന്നെ വന്നിട്ട് അത് മാറ്റി പറയിപ്പിച്ച അവിടെ മുതൽ ഇന്ന് വന്നിട്ട് ചിലപ്പോൾ ഇവൻ ജയിക്കുമെന്ന് പോലും സംശയമില്ല, 2 സ്ഥലത്തും തോക്കും എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വിജയുടെ മാനിഫെസ്റ്റേഷനും ഒരു താങ്ക്സ്. സോ ഡു വാച്ച് ജനനായകൻ ഇൻ യുവർ തിയേറ്റേഴ്സ്. ബൈ.